മലയാളത്തിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന പ്രവണതയാണ് ഒരു പടം ഹിറ്റായി അതിലൊരു ക്യാരക്ടർ അങ്ങോട്ട് വൈറലായാൽ ആ ക്യാരക്ടറിനെ വെച്ച് മുഴുനീള പടം ഉണ്ടാക്കും. ആ പടം പിന്നെ 8 നിലയെ പൊട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സീക്വൻസിൽ വരുന്ന കുറച്ച് പടങ്ങൾ നോക്കാം. 2015 പുറത്തിറങ്ങിയ DQന്റെ സൂപ്പർ ഹിറ്റ് പടമായിരുന്നു ചാർലി. ഇതിലെ കള്ളൻ ഡിസൂസയെ നമ്മൾ ആരും മറക്കില്ല. ഇതേ കള്ളൻ ഡിസൂസയെ അതേ പേരിൽ മുഴുനീള പടമാക്കി ഇറക്കി 2022 ഇറക്കിയ പടമായിരുന്നു കള്ളൻ ഡിസൂസ. പടം 8 നിലയിൽ പൊട്ടി. 2022 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഉണ്ണാത്താൻ കേസ് കൊടു. അതിലെ സുരേഷ് ഏട്ടനെയും സുമലത ടീച്ചറെയും നമ്മളാരും മറക്കില്ല. ഈ 2 ക്യാരക്ടേഴ്സിനെ വെച്ച് മുഴുനീള ചിത്രമാക്കി 2024 പുറത്തിറങ്ങിയ പടമാണ് സുരേഷ് ഏട്ടന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. പടം 2 ദിവസം തിയേറ്ററിൽ ഓടിയെന്ന് സംശയമാണ്. 2005 പുറത്തിറങ്ങിയ ലാലേട്ടന്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഉദയനാട് താരം. ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ഉദയനാട് താരത്തിലെ രാജപ്പൻ തെങ്ങുമൂട് അഥവാ സരോജ് കുമാറിനെ മലയാളികൾ എന്നും നെഞ്ചിലേറ്റിയതാണ്. എന്നാൽ 2012 സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന ടൈറ്റിലിൽ ഇതേ ക്യാരക്ടറിനെ വെച്ച് എടുത്ത പടം ഒരു പടക്കമായിരുന്നു. 1987 ലാലേട്ടനെ സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ എത്താൻ സഹായിച്ച ബ്ലോക്ക് ബോസ്റ്റർ മൂവിയായിരുന്നു 20-ാം നൂറ്റാണ്ട്. ഇതിലെ സാഗർ ഇലിയാസ് ജാക്കിയെ 2009 അതേ ടൈറ്റിലിൽ തിയേറ്ററിൽ എത്തിച്ചെങ്കിലും പടം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായിരുന്നു.